ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ സ്പെഷ്യൽ ഓഫർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 50 രൂപ മുതലാണ് ഇതിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പ്ലാന്റ്സും 50 രൂപയല്ല, 50 രൂപ മുതലാണ് ഓരോ പ്ലാന്റ്സിനും റേറ്റ് ആരംഭിക്കുന്നത്. ഇതിൽ ഒരുപാട് പുതിയ വെറൈറ്റി പ്ലാന്റ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകൾ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ്സുകൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ അവയുടെ നെയിം എഴുതി വയ്ക്കുകയോ ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഫസ്റ്റ് വൺ വരുന്നത് എൽഡർ ബെറി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ഒരു കുറ്റിച്ചെടിയായി വളരുന്ന പ്ലാന്റാണ്. ഇതിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ കനകാംബരമാണ്. ഈ പ്ലാന്റ്സൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. യെല്ലോ കനകാംബരത്തിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപ മാത്രമാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഇക്സോറയാണ്. വലിയ ലീഫും വലിയ ഫ്ലവറും ഉണ്ടാകുന്ന യെല്ലോ ഇക്സോറയാണ്. നാടൻ ടൈപ്പാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് പിങ്ക് പെട്രിയ എന്ന പേരിലും അറിയപ്പെടുന്നു. 6 മാസമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ നിറഞ്ഞ് ഫ്ലവർ ആയിരിക്കും. ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ബ്ലീഡിംഗ് ഹെർട്ടാണ്. പിങ്ക്, അതിൻ്റെ ആ ഒരു പുറത്ത് കവറിങ് വരുന്നത് പിങ്ക് കളറും അതിൻ്റെ ഫ്ലവർ വരുന്നത് റെഡ് കളറും ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പ്ലെക്ട്രാന്തസ് പ്ലാന്റ് ആണ്. ഇതൊരു സോഫ്റ്റ് സ്രബ് പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് വാട്ടറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഒരു ഹാർഡി വെറൈറ്റി സ്രബ് പ്ലാന്റ് ആണ്. കുറ്റിച്ചെടിയായി നിൽക്കുന്ന പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ പാഷൻ ഫ്രൂട്ടാണ്. ഇത് കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. സീഡ് മുളപ്പിച്ച അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ഡോംബയ പ്ലാന്റ് ആണ്. ഡോംബയ പ്ലാന്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 100 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വരുന്നത് ജോൺ ക്രീപ്പർ ആണ് കേട്ടോ. ഇത് പിങ്ക് ടെക്കോമ എന്ന പേരിലും അറിയപ്പെടുന്നു. അല്പം ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് മൾബറി ആണ്. നമ്മുടെ ഹൈബ്രിഡ് ടൈപ്പ് ഒന്നുമല്ല, നാടൻ തന്നെയാണ്. എന്നാൽ ഇതിൽ കൊലകൊലയായിട്ട് നിറഞ്ഞ കായ ഉണ്ടായി നിൽക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല, പഴുക്കാനായി തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിലും കണ്ടില്ല, എല്ലാ സമയങ്ങളിലും ഇതിൽ നിറച്ചും കായ ഉണ്ടാകുന്നുണ്ട്. 50 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വരുന്നത് ലോലിപ്പോപ്പാണ്. ലോലിപ്പോപ്പും ഒരു സ്രബ് വെറൈറ്റിയാണ്. എല്ലാ സമയത്തും തന്നെ കൂടുതൽ പരിചരണം ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ, എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. അടുത്തതായിട്ട് ടെക്കോമ വൈനാണ്. റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഈ ടെക്കോമ വൈൻ്റെ സ്രബ് ടൈപ്പായിട്ടുള്ള കുറ്റിച്ചെടിയായി നിന്ന് പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഇതല്പം ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ സിംഗിൾ പെറ്റലാണ്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഡബിൾ പെറ്റലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പ്ലംബാഗോയാണ്. ബ്ലൂ പ്ലംബാഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. അടുത്തതായിട്ട് വരുന്നത് മാരിഗോൾഡ്. ഇത് ശരിക്കും ഒരു മെറൂൺ കളറാണ് ഉണ്ടാകുന്നത്. അധികം ഹൈറ്റ് വെക്കാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. സീഡ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ജാക്കോബിന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. കമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. ഇത് നമുക്കിതുപോലെ ക്രീപ്പ് ചെയ്ത് കർട്ടൻ പോലെ ഫുൾ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ അലമാണ്ടയാണ്. യെല്ലോ അലമാണ്ടയുടെ നോർമൽ ടൈപ്പല്ല, ഡ്വാഫ് വെറൈറ്റിയാണ്. ഇത് കുറ്റിച്ചെടിയായി നിന്നിട്ടാണ് നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ്. ഗോൾഡൻ കാസ്കേഡിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ നല്ല ഹെൽത്തി ആയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾക്കാണ് 120 രൂപ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് കാനാ ലില്ലിയാണ്. വെരിഗേറ്റഡ് കാനാ ലില്ലിക്ക് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല, ഡ്വാഫ് ടൈപ്പാണ്. നമുക്ക് ബോർഡർ പ്ലാന്റ് ആയൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും ഓറഞ്ച് കളറ് പൂക്കളുണ്ടാകുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ്.
പെട്രിയ പ്ലാന്റ് ശരിക്കും ഒരു വൈനാണ്, ഒരു വള്ളിച്ചെടിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ സ്രബായിട്ടും വളർത്താവുന്നതാണ്. ഇതിപ്പോൾ പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. ഈ സൈസ് പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് പിങ്ക് സ്നോറോസ് ആണ്. പിങ്ക് സ്നോറോസ് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രീ ഫേൺ ആണ്. ട്രീ ഫേണിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം ഹെൽത്തിയായ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത്. ഇതിന് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ വളരെ നല്ലതാണ്. നല്ല ഫുൾ ഗ്രീൻ ആയിട്ടായിരിക്കും ഈ ഫേൺ എല്ലാ സമയത്തും കാണപ്പെടുന്നത്. അടുത്തതായിട്ട് റോബസ്റ്റയുടെ G9 എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ ടിഷ്യൂ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നന്ദ്യാർ വട്ടമാണ്. ഡബിൾ പെറ്റൽ ഫ്ലവറോട് കൂടി ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയായി നിൽക്കുന്ന പ്ലാന്റ് ആണ്. അടുത്തായിട്ട് കാറ്റ്സ് ക്ലോ ആണ്. ഈ ഇടയായി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കാണുന്നുണ്ടാകും നിറഞ്ഞു പൂക്കളായി നിൽക്കുന്ന, ഇല കാണാതെ പൂക്കളുണ്ടായി നിൽക്കുന്നത്. 60 രൂപയാണ് കാറ്റ്സ് ക്ലൗവിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണിസക്കിൾ. 50 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു ഹൈഡ്രാഞ്ചിയയുടെ പൂക്കൾ പോലെ നല്ല ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഹൈഡ്രാഞ്ചിയയുടെ ഫാമിലി പെട്ടൊരു പ്ലാന്റേ അല്ല. 130 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് അബൂട്ട്ലോൺ മെഗാ പൊട്ടാമിക്കം. ഇത് ശരിക്കും അബൂട്ട്ലോണിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അല്പം ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ. ശരിക്കും കുറ്റിച്ചെടിയാണ്, എന്നാൽ കൂടിയും ഇതിന് നാരോ ആയിട്ടുള്ളൊരു തണ്ടുകളാണുള്ളത്. അടുത്തായിട്ട് ബംഗാൾ ട്രംപറ്റാണ്. നമ്മുടെ ബംഗാൾ തമ്പർജിയുടെ തന്നെ ഒരു ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ആണ്. ആമസോൺ ബ്ലൂ ഒരു ഹാർഡി അല്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്രബ് വെറൈറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കട്ടിങ്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡെയ്സി പ്ലാന്റ് ആണ്. മൾട്ടി പെറ്റൽ പൂക്കളുണ്ടാകുന്ന ഡെയ്സി പ്ലാന്റിൻ്റെ ബ്ലൂ കളർ പ്ലാന്റിന് വരുന്ന പ്രൈസ് 50 രൂപ മാത്രമാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല മുള്ളുകൾ ഇതിൽ ഉണ്ടാവാറില്ല. എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ജാക്കോബിനയാണ്. യെല്ലോ ജാക്കോബിനയുടെ പിങ്ക് നമ്മൾ നേരത്തെ കണ്ടു, റെഡും ഇതിൽ അവൈലബിൾ ആണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതമാണ്. നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ് പാരിജാതം. ഇത് നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഒരു മരമായിട്ട് മാറാറുണ്ട്. നമുക്കിതിനെ പോട്ടിലും വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത്. ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ്. ബിഗ്നോണിയ ക്രീപ്പർ ശരിക്കും ഒരു ഹാർഡി വെറൈറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പടർന്നു പോകുന്നുള്ള പേടി വേണ്ട. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഡിൽ ലീഫ് ഫിഗ് ആണ്. ഇതൊരു ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള ഒരു പ്ലാന്റിന് ജിഫി പ്ലാന്റ് ആണ് അയക്കുന്നത്. ഇതിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് സർവ്വസുഗന്ധിയാണ്. സർവ്വസുഗന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ലീഫും സീഡും നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഐറ്റംസാണ്. ഇത് കറിയിലൊക്കെ ഇടാനും ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഫ്യൂഷൻ എന്നറിയപ്പെടുന്ന മരാന്ത പ്ലാന്റ് ആണ്. കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റിക്ക് 75 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇൻഡോർ ആയിട്ട് വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് ഏത് കളറാണെന്ന് കൺഫേം അല്ല. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഈ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷത്തിൽ ഒരിക്കലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് പാസിഫ്ലോറയുടെ പിങ്ക് കളറാണ് കേട്ടോ. ഇത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്നു മാത്രമല്ല ചെറിയ പ്ലാന്റിൽ പോലും ഇതിൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നു. നെക്സ്റ്റ് വൺ സെനീഷ്യോ പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീപ്പ് ചെയ്ത് പോവുകയും അതുപോലെ തന്നെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി ക്രീപ്പറാണ് സെനീഷ്യോ പ്ലാന്റ്. അടുത്തായിട്ട് പവിഴമല്ലിയാണ്. നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ് പവിഴമല്ലി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ബ്രൺഫെൽസിയാണ് കേട്ടോ. വെരിഗേറ്റഡ് ബ്രൺഫെൽസിയുടെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം ബുഷിയായ വലിയ പ്ലാന്റാണ്. നിങ്ങൾക്ക് 120 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് 120 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്ത
അടുത്തതായിട്ട് വൈറ്റ് ഇക്സോറയാണ്. വൈറ്റ് ഇക്സോറയുടെ വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും 60 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് തമ്പർജിയ കോക്സീനിയ. തമ്പർജിയ കോക്സീനിയ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് വാട്ടർ ജാസ്മിൻ ആണ്. വാട്ടർ ജാസ്മിൻ നിലത്തോ ചട്ടിയിലോ ഒക്കെ നിങ്ങൾക്ക് വളർത്താം. മാത്രമല്ല എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. നിറഞ്ഞു പൂക്കളായിരിക്കും. നല്ല സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് ഈ വാട്ടർ ജാസ്മിൻ്റേത്. അടുത്തതായിട്ട് വരുന്നത് സ്പൈഡർ ഗ്രാസ് ആണ്. സ്പൈഡർ ഗ്രാസിനെ നിങ്ങൾക്ക് ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടോ വെർട്ടിക്കൽ പോട്ടിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലോ ഒക്കെ വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് പനാമ റോസ് ആണ്. പനാമ റോസ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പൂക്കളായിരിക്കും. അടുത്തായിട്ട് വൈറ്റ് റോസീഡോയാണ്. വൈറ്റ് റോസീഡോയുടെ നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് 130 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത്. അടുത്തായിട്ട് കക്കാടമുല്ലയാണ്. കക്കാടമുല്ലയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ചെറിയ പ്ലാന്റിൽ പോലും എപ്പോഴും പൂക്കളായിരിക്കും. നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ പ്ലാന്റ് പോലും അത്യാവശ്യം മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ്. അടുത്തായിട്ട് ഏഞ്ചൽ ബിഗോണിയാണ്. ഏഞ്ചൽ ബിഗോണിയുടെ പൂക്കൾക്കല്ല, ലീഫിനാണ് കൂടുതൽ ഭംഗി. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ്. അടുത്തായിട്ട് യെല്ലോ മാൻഡിവില്ലയാണ്. യെല്ലോ മാൻഡിവില്ലയുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നന്നായി ക്രീപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല. അടുത്തായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ. ഓരോ ലീഫ് നോഡിൻ്റെ ഇടയിൽ നിന്നും ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവുന്നു. എല്ലാ സമയത്തും പൂക്കളുണ്ടാവുകയും ചെയ്യും. ഈ ഒരു പെപ്രോമിയ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത, ഇതിന് കൂടുതൽ പരിചരണവും വേണ്ട, നനവും വേണ്ട. നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടി റുസ്പോളിയാണ്. റൂട്ടി റുസ്പോളിയുടെ പൂക്കൾക്ക് ഏകദേശം നമ്മുടെ ഓർക്കിഡിൻ്റെ പൂക്കളോടൊക്കെ ഒരു സാമ്യം തോന്നാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡ് ഒരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ലേ. ഇത് വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ പൂക്കൾ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് കാസിബൈ ഫ്ലോറയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് ഈ പൂ ഉണ്ടായി നിൽക്കുന്നത്. നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഈ സൈസ് പ്ലാന്റ് ആണ് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫിഷ് ബോൺ കാറ്റസ് ആണ്. ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പൂക്കൾക്ക് ഏകദേശം നൈറ്റ് ക്യൂവിൻ്റെ പൂക്കളോട് സാമ്യമുണ്ട്. അടുത്തതായിട്ട് ഗണപതി നാരങ്ങയാണ്. വലിയ നാരങ്ങ ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടുന്നതിനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഈ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ബാംബു ഓർക്കിഡാണ്. ബാംബു ഓർക്കിഡ് ഒരുപാട് പരിചരണം ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നമുക്ക് നോർമൽ പോട്ടിംഗ് മിക്സിൽ തന്നെ ഇതിനെ നടാവുന്നതാണ്. അടുത്തായിട്ട് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ നോർമൽ വെറൈറ്റി, അതായത് വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ആയി നിൽക്കുന്ന വെറൈറ്റിയാണിത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ക്രൈനം ലില്ലിയാണ്. ക്രൈനം ലില്ലിയുടെ ബൾബുകളാണ് ഇതിൽ സെയിൽ ചെയ്യുന്നത്. ഇതുപോലുള്ള ബൾബുകളായിരിക്കും. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഹൈഡ്രാഞ്ചിയകളും ഡ്വാഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് വലിയ പ്ലാന്റ്സുകളായിരിക്കില്ല കേട്ടോ. എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നിക്കാഡിയ പ്ലാന്റ് ആണ്. ഇതുപോലെ ബോർഡറായി ചെയ്യുന്നതിനും ഇനിയിപ്പോൾ ഓരോ പ്ലാന്റ് നിങ്ങൾക്ക് പോട്ടിൽ ചെയ്യുന്നതിനൊക്കെ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് നിക്കോഡിയ പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിൻ്റെ ഫ്ലവർ ആയ പ്ലാന്റ് അല്ല, ചെറിയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇതിലേത് കളറാണെന്ന് കൺഫേം ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഇതിനെ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടോ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടോ ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ലൻഡാനയാണ്. ഈ ലൻഡാന ഡ്വാഫ് വെറൈറ്റിയാണ്. അതല്ലാതെ ഇങ്ങനെ ഒരുപാട് പടർന്നു പോകുന്ന ക്ലൈംബ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല, കുറ്റിച്ചെടിയായി നിൽക്കുന്ന ടൈപ്പാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ബാമ്പു ആണ്. വാട്ടർ ബാമ്പുവിനെ നമുക്കിതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വളർത്താവുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വയ്ക്കുകയും ചെയ്യാം. അടുത്തായിട്ട് പിങ്ക് ഹൈഡ്രാഞ്ചിയാണ്. പിങ്ക് ഹൈഡ്രാഞ്ചിയും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്വാഫ് വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ടൈപ്പാണ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ് കേട്ടോ. പിങ്ക് ജാസ്മിൻ ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു ഫ്ലവർ ക്ലൈംബിംഗ് വെറൈറ്റിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അടുത്തായിട്ട് കുറ്റിമുല്ലയാണ്. ഞങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൽ പോലും മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഈ കുറ്റിമുല്ല. ഇതുപോലത്തെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സൂട്രാന്തിമമാണ്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലീഫുകൾക്കാണ് കൂടുതൽ ഭംഗി. ഇതിൽ ചെറിയ പൂക്കളും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നേരത്തെ കാണിച്ച സെനീഷ്യൊക്കെ പോലെ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നൊരു ക്ലൈംബിംഗ് വെറൈറ്റിയാണ് ഈ മെക്സിക്കൻ ഫ്ലെയിം വൈൻ. നെക്സ്റ്റ് വൺ പിങ്ക് ലൻഡാനയാണ്. പിങ്ക് ലൻഡാനയും നേരത്തെ ഓഫ് വൈറ്റ് ലൻഡാന പറഞ്ഞ പോലെ ഡ്വാഫായി നിന്ന് നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. അതല്ലാതെ ക്ലൈംബ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല. അടുത്തായിട്ട് പോയിൻസിറ്റിയുടെ ഒരു ട്വിസ്റ്റഡ് ടൈപ്പാണ്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. റെഡ് കളറാണ്. ഇതിൽ ചിലതൊക്കെ പൂക്കളായി തുടങ്ങിയ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വൈറ്റ് ഹൈഡ്രാഞ്ചിയ. ഈ വൈറ്റ് ഹൈഡ്രാഞ്ചിയ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ലെമൺ വൈറ്റ് ആയിരിക്കും. പിന്നെയാണ് പൂക്കൾ അത്യാവശ്യം വിരിഞ്ഞ് കഴിയുമ്പോഴാണ് നല്ല വൈറ്റിലേക്ക് മാറുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇതിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. മാത്രമല്ല ബോൺസായി ആക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതിയാണ്. ഇതിൻ്റെ ലീഫുകളും പൂക്കളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. വലിയ ലീഫുകളുമായിരിക്കും. നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. ഒരു റെഡും മെറൂണും ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ കൂടുതലായിട്ടും കാണാറുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ നോർമൽ ടൈപ്പാണ് കേട്ടോ. നല്ല ഡാർക്ക് പൂക്കൾ ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. ഡാർക്ക് കളറിലുള്ള വലിയ ലീഫും വലിയ ഫ്ലവറും ആയിരിക്കും. അടുത്തായിട്ട് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ് ഷെയ്ഡാണ്. വൈറ്റ് ഷെയ്ഡിൻ്റെ ആ പുറത്തുള്ളൊരു കവറിങ് വരുന്നത് ഒരു ബ്ലൂ കളറിലായിരിക്കും. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. സ്രബ് വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് സെൻറ്റ് ജോൺസ് വട്ടാണ്. ഇതിന് യെല്ലോ മെലസ്ട്രോമ എന്ന പേരിലാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് നാടൻ ബ്രൺഫെൽസിയാണ്. നാടൻ ബ്രൺഫെൽസിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേറെ തന്നെ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്തായിട്ട് ക്ലെറോഡൻഡ്രോ ആണ്. കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു സ്റ്റെബ് വെറൈറ്റിയാണ് ഈ ക്ലെറോഡൻഡ്രം. വൈറ്റ് ആൻഡ് മെറൂൺ ഷെയ്ഡിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ആർട്ടിമീസിയ പ്ലാന്റ് ആണ്. ഇതൊരു ഔഷധ ഗുണമുള്ള പ്ലാന്റ് കൂടിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യയാണ്. മണിമരുത് എന്ന പേരിലാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലുതാവുന്നതിന് മുമ്പ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നു. നെക്സ്റ്റ് വൺ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ്. ഇതൊരു സ്റ്റെബ് വെറൈറ്റിയാണ്. ഹണിസക്കിളിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അത്യാവശ്യം സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് ഇതിലുണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ടൈഗർ അബൂട്ട്ലോൺ ആണ്. ഈ ഒരു ഷെയ്ഡ് ആയിരിക്കാം ഇതിന് ടൈഗർ അബൂട്ട്ലോൺ എന്ന പേരിൽ ലഭിക്കാൻ കാരണം. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ബുഷാണ്. റിബൺ ബുഷിൻ്റെ കോമൺ നെയിം പഴുതാര ചെടി എന്നാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് അലോവേരയാണ്. അലോവേരയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. വലിയ ലീഫുകൾ ഉണ്ടാകുന്ന ടൈപ്പുള്ള അലോവേരയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പെഡ്ലാന്തസ് പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തായിട്ട് അവക്കാഡോയാണ്. അവക്കാഡോയുടെ സീഡ് പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫ പ്ലാന്റ് ആണ്. അക്കാലിഫയും ഹാങ്ങിങ് ആയി വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. ഈ അക്കാലിഫ പ്ലാന്റിനും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ചെറിയൊരു ഷെയ്ഡിൽ വളർത്തുന്നതാണ് നല്ലത്. അടുത്തായിട്ട് വൈറ്റ് തമ്പർജിയ ഇറക്റ്റിയാണ്. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഏകദേശം നമ്മുടെ മാൻഡിവില്ലയുടെ പൂക്കളോടൊക്കെ ഒരു സാദൃശ്യം തോന്നാറുണ്ട്. അടുത്തായിട്ട് നാനോക്കാണ്. നാനോക്കിനെയും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിലാണ് നല്ല വെളിച്ചമുള്ള ഭാഗത്തായിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് ലീഫുകൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ലെഗസ്ട്രോമിയയുടെ പിങ്ക് കളറാണ്. ഇത് കുറ്റിച്ചെടിയായി നിന്നിട്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ പോട്ടിലാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നിറച്ചും പൂക്കളാണ്. വർഷത്തിൽ 2 തവണയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത്. അടുത്തായിട്ട് റെഡ് നൈറ്റ് ക്യൂനാണ്.
റെഡ് നൈറ്റ് ക്യൂവിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പൂക്കൾ പകൽ സമയങ്ങളിൽ വിരിയുമെങ്കിലും രാത്രിയിലാണ് ഇതിന് സുഗന്ധം ഉണ്ടാവാറുള്ളത്. രാത്രി സമയത്ത് നല്ല സുഗന്ധമായിരിക്കും ഈ പൂക്കൾ വിരിയുന്ന സമയത്ത്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോളാണ്. ചൈന ഡോൾ ഒരു ഫുൾ ഇൻഡോർ ആയിട്ട് തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നിത്യഹരിത സസ്യം എന്നറിയപ്പെടുന്നൊരു പ്ലാന്റാണിത്. എല്ലാ സമയത്തും ഇത് ഫുൾ ഗ്രീനിഷ് ആയിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ഡിലീഷ്യസ് ആണ്. നമ്മുടെ ഹിബിസ്കസിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഈ സൈസ് പ്ലാന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഒലീവാണ്. ഒലീവിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ലെയർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ പ്ലാന്റ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്ട്രോമിയാണ്. റെഡ് ലെഗസ്ട്രോമിയുടെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റിന് 130 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ റെഡ് ലെഗസ്ട്രോമിയ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കേട്ടോ നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർമെലൺ ഡിസ്ചീഡിയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് നല്ലത്. ഒരല്പം ഇൻഡോർ, ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു വെരിഗേഷൻ മനസ്സിലാവുള്ളൂ. അടുത്തായിട്ട് യെല്ലോ ജാസ്മിനാണ്. യെല്ലോ ജാസ്മിൻ ഒരുപാട് സുഗന്ധമൊന്നുമില്ല, പക്ഷേ ജാസ്മിൻ്റെ ഫ്ലവറിനോട് നല്ല സാദൃശ്യമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് റെഡ് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയയുടെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് കേട്ടോ. 170 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ പിടിക്കുന്നൊരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 170 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ റെഡ് ചൈനീസ് ഹാറ്റാണ്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. ഇത് നിങ്ങൾ നിലത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പോലെ കുറച്ചൊന്ന് ക്ലൈംബ് ചെയ്ത് പോവാറുണ്ട്. അടുത്തായിട്ട് യെല്ലോ മിനിയേച്ചർ ഇക്സോറയാണ്. ഇതിനു മുമ്പ് വലിയ ടൈപ്പും കാണിച്ചിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ മിനിയേച്ചർ ആണെങ്കിൽ മിനിയേച്ചർ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് തമ്പർജിയ മൈസൂറാൻസിസ്, യെല്ലോ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവാറില്ല. വർഷത്തിൽ 2 തവണയാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത്. അടുത്തായിട്ട് ബ്ലീഡിംഗ് ഹേർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ളതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം എല്ലാ പ്ലാന്റിലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയും നമ്മൾ വലിയ ടൈപ്പും കാണിച്ചിരുന്നു. മിനിയേച്ചറിനാണ് ഈ 70 രൂപ വരുന്നത്. ഈ സൈസിലുള്ള നല്ല ബുഷിയായ പ്ലാന്റ്സാണ് അയക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് ടെക്കോമയാണ്. വൈറ്റ് ടെക്കോമ ശരിക്കും ഒരു ക്ലൈംബറാണ്. എന്നാൽ കുറ്റിച്ചെടിയായി നിന്നിട്ടും ഇതിൽ പോട്ടിലും ഫ്ലവർ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് പാൻഡൂരിയ ജാസ്മിനാണ്. പാൻഡൂരിയ ജാസ്മിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റയുടെ ബ്ലൂ കളർ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ഇതിനെ നിങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് മെഡിനില്ലയാണ്. മെഡിനില്ലയുടെ ഒരു പ്രത്യേകത 3 കളറിലുള്ള പൂക്കളായിട്ടാണിത് കൊഴിഞ്ഞു പോകുന്നത്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, നല്ല വെളിച്ചം അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ഗാർഡീനിയാണ്, ഗന്ധരാജ. അതിൻ്റെ ഡ്വാഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറില്ല. അടുത്തായിട്ട് മെലസ്ട്രോമയാണ്. മെലസ്ട്രോമ നമ്മളെല്ലാം കോമൺ ആയിട്ട് കാണാറുള്ളൊരു പ്ലാന്റാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിന് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കുന്നത്. അടുത്തായിട്ട് മിക്സഡ് കളറായിട്ട് ഒരു റെഡ്, പിങ്ക്, യെല്ലോ ഈ ഒരു 3 ഷെയ്ഡിൽ വരുന്ന ലെൻഡാനയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് പിങ്ക് ടെക്കോമ പ്ലാന്റ് ആണ്. പാൻഡൂരിയ ജാസ്മിൻ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. 60 രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് മിനിയേച്ചർ പിങ്ക് ഇക്സോറ. പിങ്ക് ഇക്സോറയുടെ വലിയ ടൈപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് ഓറഞ്ച് കനകാംബരമാണ്. യെല്ലോ കനകാംബരം നമ്മൾ നേരത്തെ ഫസ്റ്റിലേ കണ്ടിരുന്നു. ഇത് ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഷെയ്ഡിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് സ്നോ റോസ് ആണ്. ഇത് സിംഗിൾ പെറ്റൽ ഫ്ലവർ ആയിരിക്കും, എന്നാൽ ലീഫ് നല്ല വെരിഗേഷനുള്ള ടൈപ്പ് ആയിരിക്കും. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് ആണ്. നമ്മൾ മതിലിലൊക്കെ പടർത്തി വിടുന്ന ഫൈക്കസ് റെപ്പൻസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിലും വളർത്താവുന്നതാണ്. അടുത്തായിട്ട് ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഷെയ്ഡിന് 160 രൂപയാണ്. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു. വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് 180 ആയിരുന്നു. അടുത്തതായിട്ട് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ്. ബ്രൈഡൽ ബൊക്കറ്റ് നമ്മുടെ
സെനീഷ്യോയും മെക്സിക്കൻ ഫ്ലെയിം വൈനൊക്കെ പോലെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു ക്ലൈംബറാണ്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റി മീൻസ് ഞാൻ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റിനെ ഉൾപ്പെടുത്തുന്നത്. വെരിഗേറ്റഡ് തെമ്പർജിയ ഗ്രാൻഡിഫ്ലോറ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, പൂക്കളേക്കാൾ ഭംഗി ഇതിൻ്റെ ലീഫിനാണ്. അടുത്തായിട്ട് ഫൈക്കസ് റെപ്പൻസ് ആണ്. ഫൈക്കസ് റെപ്പൻസിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് മതിലിലൊക്കെ പച്ച പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് സീഡ്ലെസ് ചാമ്പയാണ്. സീഡ്ലെസ് ചാമ്പയുടെ ഒരു പ്രത്യേകത, ഇത് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കായാവുന്നു. അടുത്തായിട്ട് വൈറ്റ് ഡേസിയാണ്. വൈറ്റ് ഡേസിയുടെ മൾട്ടി പെറ്റലാണ്. ചെറിയ തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത്. 50 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാവരും പ്ലാന്റ് സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് ബ്ലാക്ക് സീസിയാണ്. ബ്ലാക്ക് സീസിയുടെ ഒരു ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലും. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഏഞ്ചൽ ട്രംപറ്റിനെ നിങ്ങൾക്ക് നിലത്തോ പോട്ടിലോ ഒക്കെ വളർത്താം. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുന്നു. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് വൺ വരുന്നത് മജന്ത ഡെയ്സിയാണ്. ഈ ഡെയ്സി പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അയക്കുന്നത്. കിട്ടിയ ശേഷം ആരും കംപ്ലൈൻറ്റ് പറയരുത്. അടുത്തായിട്ട് കട്ട് ഫ്ലവർ ആന്തൂറിയാണ്. കട്ട് ഫ്ലവർ ആന്തൂറിയത്തിൻ്റെ ഒരു 5 കളേഴ്സോളം നമ്മളടുത്ത് അവൈലബിൾ ആണ്. എല്ലാ പ്ലാന്റ്സും ഫ്ലവർ ആയിട്ടില്ല. 280 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറയാണ്. ബ്ലൂ പാസിഫ്ലോറയുടെ നല്ല വെൽ റൂട്ടഡ് ആയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് ഹൈബ്രിഡ് ബ്രൻഫെൽസിയാണ്. ഇതിലെല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. 60 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് റെഡ് ലേഡി പപ്പായയാണ്. റെഡ് ലേഡി പപ്പായ ഇതുപോലെ ചെറിയ പ്ലാന്റിൽ തന്നെ നിറച്ചും കായ ഉണ്ടാവാറുണ്ട്. ഇതിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല. അടുത്തായിട്ട് വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ്. വയലറ്റ് ജാസ്മിന് സുഗന്ധമൊന്നുമില്ല, എന്നാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവുന്നു. കുറ്റിച്ചെടിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ വയലറ്റ് ജാസ്മിൻ. അടുത്തായിട്ട് വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം, ഗാർലിക്കിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ എഴുജന്തുക്കളൊന്നും ഈ പ്ലാന്റുള്ള സ്ഥലത്ത് അടുക്കാറില്ല. അടുത്തായിട്ട് ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയാണ്. ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല, എന്നാൽ നമ്മൾ നട്ട് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ വള്ളി വീശുന്നു. അടുത്തായിട്ട് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്, ചെറിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഇസ്രായേൽ ഫിഗ് ആണ്. ഇസ്രായേൽ ഫിഗിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലതിലൊക്കെ കായ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. വലിയ ലീഫുകളും വലിയ പൂക്കളുമാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുകയും ചെയ്യും. അടുത്തായിട്ട് വരുന്നത് മരാന്ത പ്ലാന്റ് ആണ്. ഇതിനെ നമുക്ക് ഇൻഡോറായിട്ട്, ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഇലഞ്ഞി പ്ലാന്റ് ആണ്. ഇലഞ്ഞിയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വൺ വരുന്നത് അരൂത പ്ലാന്റ് ആണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് അരൂത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്ലാന്റുള്ള സ്ഥലങ്ങളിൽ പാമ്പിൻ്റെയൊക്കെ ശല്യം വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രോബെറിയുടെ നെബുല എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൽ തന്നെ ചിലതിലൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്ലാന്റിലും ഫ്രൂട്ട് ആയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈനിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് വൈനാണെങ്കിൽ കൂടിയും ചെറിയ പോട്ടിലൊക്കെ വളർത്തുന്ന ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറച്ചും പൂക്കളുണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ കലാത്തിയ ലൂട്ടിയാണ്. ഇതിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. നമുക്കൊരു ബോർഡർ പ്ലാന്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ് അറിയാവുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ കറി ലീവ്സ് ആണ്. കറി ലീവ്സിൻ്റെ വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചിയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സുകളാണ്. 80 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് മെഹന്തി അഥവാ മൈലാഞ്ചി. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ് ഈ മൈലാഞ്ചി. നമുക്ക് എണ്ണ കാച്ചുന്നതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് റെഡ് ജാക്കോബിനയാണ്. ജാക്കോബിനയുടെ 2 കളേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു. യെല്ലോയും പിങ്കും. റെഡും അവൈലബിൾ ആണ്. ഈ പ്ലാന്റ്സൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. അടുത്തായിട്ട് അസേലിയാണ്. അസേലിയുടെ 5 കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിനാണ് 100 രൂപ പ്രൈസ് വരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ റോസാണ് കേട്ടോ. നാടൻ റോസിൻ്റെ ഫ്ലവറായ പ്ലാന്റ് അല്ല, ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പൂക്കളുള്ള പ്ലാന്റ്സ് അല്ല, എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നൈറ്റ് ക്യൂനാണ്. നൈറ്റ് ക്യൂൻ്റെ വൈറ്റ് ടൈപ്പാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബാൾസത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. 2 ഷെയ്ഡ് അവൈലബിൾ ആണ്, റെഡും ഒരു പീച്ച് കളറും. ഇതുപോലെ ചെറിയ പോട്ടിലാണ് ഇത് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് പേർഷ്യൻ ഷീൽഡാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ ആ ഷെയ്ഡ് കറക്റ്റ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക്, കേളി ലിപ്സ്റ്റിക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലീഫ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതുപോലെ ചെറിയ ജിഫിയിലാണ് ഈ പ്ലാന്റ്സുകൾ റൂട്ടാക്കി എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഡോഫ് മധുമാലതിയാണ്. നമ്മൾ നേരത്തെ ഹൈബ്രിഡ് മധുമാലതി കണ്ടു, അതിന് 60 രൂപയായിരുന്നു, ഇതിന് 50 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഈ 2 പ്ലാന്റ്സും വേണ്ടവർ സെപ്പറേറ്റ് തന്നെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തായിട്ട് ടൈഗർ ലിപ്സ്റ്റിക്കാണ്. ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ തന്നെയാണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അങ്ങനെ ലാസ്റ്റ് വൺ വരുന്നത് നാടൻ പെറ്റൂണിയാണ് കേട്ടോ. നാടൻ പെറ്റൂണിയയുടെ ഡബിൾ പെറ്റലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ ലഭിക്കുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ചില പ്ലാന്റ്സുകളെല്ലാം തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് മാക്സിമം 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. ഓക്കെ, താങ്ക്